എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ 2025 മലയാളത്തിലിറങ്ങിയ സിനിമകളുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. അതോടൊപ്പം സൂപ്പർ ഹിറ്റ് എന്നിങ്ങനെ തരം തിരിച്ചിരുന്നു. പ്രൊഡ്യൂസർ അസോസിയേഷന്റെ കണക്കുകൾ പ്രകാരം കുറെ സിനിമകൾ സൂപ്പർ ഹിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് സിനിമകൾ ഹിറ്റ് സ്റ്റാറ്റസും നേടിയിട്ടുണ്ട്. അത്തരത്തിലാണ് ഓരോ സിനിമയും അവർ തരംതിരിച്ചിരിക്കുന്നത്. സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസുകളിൽ ലോക പോലെയുള്ള സിനിമകളുണ്ട്, അതുപോലെ തന്നെ തുടരും പോലെയുള്ള സിനിമകളുണ്ട്. എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യം എമ്പുരാൻ എന്ന ലാലേട്ടൻ ചിത്രം സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിരിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം എമ്പുരാൻ എന്ന സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 180 കോടിക്കടുത്താണ്. ആ ഒരു സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം 265 കോടി രൂപയോളമാണ് നേടിയെടുത്തത്. ആ ഒരു സിനിമ എങ്ങനെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ലിസ്റ്റിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തിയതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ലോകയാകട്ടെ, ലാലേട്ടന് തന്നെ തുടരും സിനിമയാകട്ടെ, ആ ഒരു സിനിമകൾ നോക്കുമ്പോൾ അതിന്റെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ബഡ്ജറ്റിന്റെ ഇരട്ടിയാണ് ആ തിയേറ്റർ കളക്ഷനിലൂടെ ചിത്രങ്ങൾ നേടിയെടുത്തത്. എമ്പുരാൻ എന്ന സിനിമയുടെ ബിസിനസ് കളക്ഷൻ കൂടി നോക്കുമ്പോൾ ചിത്രം നിർമ്മാതാവിന് ചിലപ്പോൾ നഷ്ടം സംഭവിക്കാത്ത ചിത്രമായിരിക്കാം. എന്നാൽ തിയേറ്ററിലൂടെ ഈ ഒരു ചിത്രം വിജയിച്ചിരുന്നു. വിജയിക്കണമെങ്കിൽ തന്നെ 300 കോടിക്ക് മുകളിൽ ഈ ഒരു ചിത്രം തിയേറ്റർ കളക്ഷനിലൂടെ നേടണമായിരുന്നു. എന്നെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം, മമ്മൂക്കയുടെ കളങ്കാവൽ, അതുപോലെ തന്നെ എക്കോ എന്നീ സിനിമകൾ വെറും ഹിറ്റുകൾ മാത്രമായിട്ട് ഒതുക്കി കളഞ്ഞു. നമുക്കറിയാം, മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രമാണ് കളങ്കാവൽ. ആ ഒരു ചിത്രത്തിൽ മമ്മൂട്ടിയെ കഴിഞ്ഞാൽ വിനായകൻ മാത്രമാണ് താരമെന്ന നിലയിൽ പ്രേക്ഷകർക്ക് അറിയുന്ന താരം. പിന്നീടുള്ളത് ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളാണ്. അവർക്കാണെങ്കിൽ 1-2 മിനിറ്റുള്ള റോളുകൾ മാത്രമാണ് ഉള്ളത്, കൂടിപ്പോയാൽ 10 മിനിറ്റ്. എങ്ങനെ നോക്കിയാലും ആ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 10 കോടിയൊക്കെ വരൂ, കൂടിപ്പോയാൽ 12 കോടി. ഇന്നലെ 21 ദിവസങ്ങൾ ആഗോള ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുന്ന ഈ ഒരു ചിത്രം തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം 83 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് ബഡ്ജറ്റിന്റെ 7 ഇരട്ടി കളക്ഷൻ തിയേറ്റർ കളക്ഷനിലൂടെ കളങ്കാവൽ നേടിയിട്ടും ഇത് വെറും ഹിറ്റിൽ ഒതുക്കി കളഞ്ഞിരിക്കുകയാണ് കേരള പ്രൊഡ്യൂസർ അസോസിയേഷൻ. പുറത്തുവിട്ട ലിസ്റ്റിൽ 183 മലയാള സിനിമകളാണ് ഉള്ളത്. അതിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിരിക്കുന്നത് ലോക, തുടരും, എമ്പുരാൻ, ഡിയസിറെ, ലാലേട്ടന്റെ ഹൃദയപൂർവ്വം, ഓഫീസർ ഓൺ ഡ്യൂട്ടി, രേഖാചിത്രം, ആലപ്പുഴ ജിങ്കാന. ഇനി ഹിറ്റ് സ്റ്റാറ്റസുകൾ നേടിയത് കളങ്കാവൽ, എക്കോ, ദി പെറ്റ് ഡിറ്റക്റ്റീവ്, പ്രിൻസ് ആൻഡ് ഫാമിലി, പൊന്മാൻ, പടക്കളം, റോമൻസ് എന്നീ സിനിമകളാണ്. ഇനി ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എന്തുകൊണ്ട് കളങ്കാവൽ എന്ന സിനിമയെ തടയുന്നു? ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.